മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇടത് സർക്കാർ തുടരുന്നത് ബാറുകളുടെ എണ്ണം കൂട്ടുന്ന മദ്യനയം തന്നെയാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളം മുമ്പ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോഴത് ബാർസ് ഓൺ കൺട്രി എന്ന് ആയിരിക്കുന്നു. ബാർ ഉടമകൾ തമ്മിലുള്ള കിട മത്സരത്തിനും സർക്കാർ സ്പോൺസേഡ് പണപ്പിരിവിനും വഴിയിടുന്നത് യഥേഷ്ടം ബാറുകൾ തുറക്കാൻ അനുവദിക്കുന്ന മദ്യനയം തന്നെയാണ്. കേരളത്തിലാകെയുള്ള മദ്യത്തിന്റെ കുത്തൊഴുക്ക് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കേന്ദ്ര ഹെറിറ്റേജ് നിയമത്തെ ദുരുപയോഗം ചെയ്താണ് കേരളത്തിൽ മിക്ക ബാർ ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത്. 1950 മുമ്പായി പണിത 10,000-കണക്കിന് കെട്ടിടങ്ങൾ കേരളത്തിലുണ്ട്. അവയെല്ലാം തന്നെ ഈ മദ്യ ലോബികൾ പൈതൃക ബാറുകളാക്കുകയാണ് എങ്കിൽ ഭാവി കേരളം മദ്യത്തിൽ മുങ്ങിത്തകരും. അത്ര കണ്ട് വാരിക്കോരി നൽകുകയാണ് ഹെറിറ്റേജ് ബാർ ഹോട്ടലുകൾക്കുള്ള അനുമതി. അതിന് ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ അംഗീകാരമൊന്നും അവർക്ക് വേണ്ടതാനും. അതൊന്നും ബാധകവുമല്ല. ഹോട്ടൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ മാഫിയ കോടികളുടെ അഴിമതി നടത്തിയാണ് ഈ ഹെറിറ്റേജ് വൽക്കരണം നടത്തുന്നത്. 1990-ലെ ഹോട്ടൽ ഹെറിറ്റേജ് ക്ലാസിഫിക്കേഷൻ എന്ന കേന്ദ്ര സർക്കാർ നിയമത്തിന്റെ മറവിൽ 1950 മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് പേരും കഥകളും രചിച്ച് കാരക്കുടിയിൽ നിന്ന് പഴയ ചെട്ടിയാർ ബംഗ്ലാവുകളുടെ സാമഗ്രികൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് പഴമ തോന്നിപ്പിച്ച് വ്യാജ പൈതൃക കെട്ടിടങ്ങളാക്കുന്നു. ഇതിന്റെ പിന്നിൽ വമ്പന്മാരായ ഉദ്യോഗസ്ഥരും ഹോട്ടൽ ഏജന്റുമാരും ചേർന്ന മാഫിയ തന്നെയാണ്. ഇന്ത്യ ടൂറിസത്തിന്റെ സൗത്ത് ഇന്ത്യ ആസ്ഥാനമായ ചെന്നൈയിലെ ഓഫീസിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇത്രയും വലിയ അനധികൃത മദ്യ കച്ചവടം കുടിൽ വ്യവസായം പോലെ തളച്ചു വളരുമ്പോൾ പത്രസമ്മേളനത്തിൽ മാത്രം ജീവിക്കുന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് ബിഷപ്പിനെ തന്നെ പലതവണ ഈ കാര്യം ധരിപ്പിച്ചതാണ്. എന്താണ് ഫലം? ചെറുവിരൽ പോലും ഇതിൽ അനക്കിയിട്ടില്ല. ഞങ്ങൾ നടത്തിയ ഒരു സർവേയിൽ ഒരു 3 സ്റ്റാർ ഹോട്ടൽ പുതുതായി നിർമ്മിക്കണമെങ്കിൽ 12 മുതൽ 15 കോടി രൂപ വരെ ചെലവ് വേണ്ടിവരും. ഇപ്രകാരം നിർമ്മിക്കപ്പെടുന്ന ഹോട്ടലുകൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന അളവിൽ മിനിമം 10 മുറികളും മീറ്റിംഗിനുള്ള ഹാളും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം കൂടി കുറഞ്ഞത് 18,000 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടാവണം. എന്നാൽ ഈ പൈതൃക കെട്ടിടങ്ങൾക്ക് 5 മുറികൾ ഉണ്ടായെങ്കിൽ പോലും 3 സ്റ്റാർ അംഗീകാരം ലഭിക്കും. കേവലം 3 കോടി രൂപയുണ്ട് എങ്കിൽ പോലും 3 സ്റ്റാർ ഹോട്ടലുകൾ നിർമ്മിക്കാം. ഇത്തരത്തിൽ വ്യാജ ഹെറിറ്റേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഒരു ഹോട്ടലിന് 3 കോടി രൂപയാണ് കൈക്കൂലിയായി നൽകുന്നതായി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് പഴയ വിദേശ മദ്യഷാപ്പ് പുതിയ 3 സ്റ്റാർ രൂപത്തിൽ നിയമത്തിന്റെ പഴുതിലൂടെ സ്ഥാപിക്കപ്പെടുന്നു. ഇത് തുറന്നു കഴിഞ്ഞാലോ വെറും 3ാം കിട മദ്യഷാപ്പായി മാറുകയാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ ചാല മാർക്കറ്റിലെ ഒരു പൈതൃക 3 സ്റ്റാർ ഹോട്ടൽ എങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു എന്നറിയണം. മദ്യം ഘട്ടം ഘട്ടമായി നിർത്തുമെന്ന് പറയുന്ന സർക്കാരോ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നേ എന്ന് അലമുറയിടുന്ന പ്രതിപക്ഷമോ മദ്യവിരുദ്ധ സംഘടനകളോ ഇതൊന്നും തന്നെ കാണുന്നില്ല. ഒന്നുകിൽ അത് അറിയുന്നില്ലായിരിക്കും, അല്ല എങ്കിൽ അവരും ഇതിന്റെ പങ്ക് പറ്റുന്നവരാകാം. പൈതൃക പദവി നൽകിയിട്ടുള്ള യഥാർത്ഥ ഹോട്ടലുകളും ഈ പട്ടണത്തിൽ തന്നെയുണ്ട്. ബാറുകൾക്ക് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എന്ന മാനദണ്ഡം നൽകുന്നത് മദ്രാസിലുള്ള ഇന്ത്യ ടൂറിസത്തിന്റെ സത്തേൺ റീജിയൻ ഹെഡിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. കേരളത്തിലെത്തുന്ന ഇവരെ നിയന്ത്രിക്കുന്നത് ഹോട്ടൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന മാഫിയ സംഘം തന്നെയാണ്. എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ ആസ്ഥാനമാക്കി വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് ഈ മാഫിയ സംഘങ്ങൾ. ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് എത്തുന്നതിന് മുന്നോടിയായി ഇതിനുള്ള എല്ലാ നീക്കങ്ങളും ഈ മാഫിയ സംഘം നടത്തിയിരിക്കും. ഇന്ത്യ ടൂറിസത്തിന്റെ ഉദ്യോഗസ്ഥർ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ കേരളത്തിൽ എയർപോർട്ടിൽ എത്തുന്നതും താമസിക്കുന്നതും തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഈ മാഫിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന രീതിയിലായിരിക്കും ടൂറിസത്തിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതും ഹോട്ടലുകൾക്കുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നത് പോലും. ഇന്ത്യ ടൂറിസത്തിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം കേരളത്തിൽ നിന്നുള്ള ടൂറിസം രംഗത്ത് നിൽക്കുന്ന ചില വ്യക്തികളെയും ടൂറിസം മാഗസിൻ നടത്തുന്ന ആളുകളെയും ട്രാവൽ ഏജൻസികൾ, ടൂർ ഓപ്പറേറ്റേഴ്സ് എന്നിവരെയും ഉൾപ്പെടുത്തും. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ബാറുകൾക്ക് മാനദണ്ഡം നിശ്ചയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം കൂടി ചേർന്ന് ആടിനെ പട്ടിയാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതായത് ഒരു കെട്ടിടത്തിന് 1950 മുമ്പുള്ള നമ്പർ ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തെ പുതിയതായി നിർമ്മിച്ചും പഴയ സാമഗ്രികൾ കൂട്ടിച്ചേർത്തും ഇതിനെ ഒരു ബംഗ്ലാവാക്കി മാറ്റും. ഒരു പൈതൃക കെട്ടിടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ പുതുമയും പഴമയും ഇവർ ഇതിൽ ഉൾപ്പെടുത്തുന്നിരിക്കും. എന്നിട്ട് അതിന് പല പേരുകളും നൽകും.
എന്നാൽ ചരിത്ര രേഖകളിൽ ഒന്നും തന്നെ ഇതൊന്നും പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ടാകില്ല. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള അംഗീകാരമോ ഒന്നും തന്നെ ഈ കെട്ടിടങ്ങൾക്ക് ഉണ്ടാകില്ല. എന്തിനേറെ പറയണം, പുരാവസ്തുവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഇവിടുത്തെ ആളുകളാണ് ഹോട്ടലുകൾക്ക് ഹെറിറ്റേജ് പദവി നൽകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ചേർന്ന് ഇത്തരം കെട്ടിടങ്ങൾക്ക് ഹെറിറ്റേജ് പദവി കൊടുക്കുകയാണ്. കേരളത്തിൽ ബാറുകൾ തുടങ്ങുന്നതിനുള്ള അനധികൃത അംഗീകാരമാണ് ഇത്. ഇങ്ങനെ ഹെറിറ്റേജ് പദവി ലഭിച്ചിട്ടുള്ള ബാറുകളും ഹോട്ടലുകളും പരിശോധിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ വ്യക്തമാകുന്നതാണ്.